ഗുഡ്നസ് ടിവിയുടെ പ്രിയ പ്രേക്ഷകർക്ക് മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് യേശുനാമത്തിൽ സ്വാഗതം. ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞാൽ അത് ഏത് നാട്ടിലാണേലും ഏത് ജനതയുടെ ഇടയിലാണേലും അത് പ്രഘോഷിക്കപ്പെടും. അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന കാനഡയിൽ സ്ഥിരതാമസമാക്കിയ റീന സന്തോഷിനെയാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. റീനയുടെ പ്രവർത്തനങ്ങളെ ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് പരിചയപ്പെടാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ്നസ് ടിവിയുടെ മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് റീനയ്ക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. പിന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി റീനയൊന്ന് സ്വയം പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് റീന. ഞാൻ 22 കൊല്ലമായിട്ട് കാനഡയിലാണ്. ഹസ്ബൻഡിൻ്റെ പേര് സന്തോഷ്. എനിക്കൊരു മോനേ ഉള്ളൂ. അവൻ്റെ പേര് ഫ്രെഡി. അവനിപ്പം മെഡിസിൻ കഴിഞ്ഞ് നിൽക്കുന്നു. എന്നെ കല്യാണം കഴിപ്പിച്ചിരിക്കുന്നത് കാക്കനാടാണ്. ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം ആലപ്പുഴയിലാണ്. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും മരിച്ചുപോയി. എനിക്ക് 3 ബ്രദേഴ്സും ഒരു സിസ്റ്ററും ഉണ്ട്. അവരെല്ലാവരും പല ബിസിനസ്സുമായിട്ടൊക്കെ അങ്ങനെ ജീവിച്ചു പോകുന്നു. റീനയുടെ ബാല്യകാലമൊക്കെ എങ്ങനെയായിരുന്നു? പിന്നെ എൻ്റെ ബാല്യകാലത്തിലെ ഓർമ്മകളെന്ന് പറയുന്നത് അമ്മയുടെ പ്രാർത്ഥനാ ജീവിതമാണ്. അമ്മ എത്ര പ്രായമായിട്ടും എത്ര വയ്യെന്ന് പറഞ്ഞാലും എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കുർബാനയ്ക്ക് പോയി കഴിഞ്ഞിങ്ങ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പിന്നെ ഏത് നേരം ആ ഒരു മൂലയിൽ കസേരയിലിരുന്ന് കൊന്തയില്ലിക്കൊണ്ടേയിരിക്കും. ടയർഡാകുമ്പോൾ കിടന്നുറങ്ങും. പിന്നെ എഴുന്നേറ്റ് വന്ന് കണ്ണൊന്നും കാണത്തില്ലായിരുന്നു. 57 വയസ്സായൊക്കെ ആയപ്പോഴാണ് മരിച്ചത്. അപ്പോഴും ആ മരണം വരെയും കൊന്ത മുടക്കത്തില്ലായിരുന്നു. സന്ധ്യപ്രാർത്ഥനയും കൊന്തയും വീട്ടിൽ നിന്ന് മുടക്കത്തില്ല. അമ്മ സമ്മതിക്കത്തില്ല. സന്ധ്യമണി അടിച്ചു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് പ്രാർത്ഥിച്ചോണം എവിടെയായിരുന്നാലും. അതിങ്ങനെ അടിയുറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. റീനയുടെ വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? ഞാൻ കൊച്ചിയിലെ പഠിച്ചതെല്ലാം സെയിൻറ്റ് മേരീസ് കോൺവെൻറ്റ് സ്കൂളായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സെയിൻറ്റ് ജോസഫ് സ്കൂളിലും പിന്നെ പ്രീ ഡിഗ്രി എല്ലാം സെയിൻറ്റ് ജോസഫ്സ് കോളേജിലുമായിരുന്നു. റീനയിൽ കണ്ടുവന്നിട്ടുള്ള ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ജപമാലയോട് ഭയങ്കര ഭക്തിയാണ്. അതുപോലെ തന്നെ ജപമാല പ്രചരിപ്പിക്കുകയും ചെയ്യും. വിശുദ്ധ കുർബാനയോട് വലിയ ആരാധനയാണ്. കാരണം ഇപ്പോൾ കാനഡയിലാണ്, അവിടെയാണെങ്കിൽ പോലെ ഏത് തണുപ്പ് കാലത്താണേലും റീന കുർബാന മുടക്കിയില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിനെ പ്രചോദിപ്പിക്കുന്ന ഘടകം എന്താണ്? അതെല്ലാം ഈ കുഞ്ഞിലേ ഉള്ള പേരൻസിൽ നിന്നെല്ലാം കിട്ടിയതാണ്. കുർബാന മുടക്കാതെ കുർബാന കണ്ടിട്ടേ എന്തെങ്കിലും ചെയ്യാവുള്ളൂ, എന്നാലേ അത് സക്സസ് ആവുള്ളൂ എന്നാണ് നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത്. ഞായറാഴ്ചകളിലൊക്കെ എവിടെയെങ്കിലും ദൂരം പോകാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോഴും അപ്പച്ചൻ പറയും, കുർബാന വൈകിട്ടത്തേക്ക് വെക്കണ്ട, കാലത്ത് കുർബാന കഴിഞ്ഞിട്ട് പോയാൽ മതി. 4:30 മണിക്കൊന്നും എങ്ങും പോകണ്ട. 6 മണിയുടെ കുർബാന കഴിഞ്ഞിട്ട് ഉള്ള സമയത്ത് പോയാൽ മതി, എന്നാലേ കറക്റ്റ് സമയത്ത് നമ്മൾ വീടെത്തുള്ളൂ. അപ്പോൾ അതാണ് ഇങ്ങനെ കേട്ട് വളർന്നത്. അതുകൊണ്ട് ഇന്നും കുർബാന ഇല്ലാതെ എനിക്ക് ഒരു ദിവസം കുർബാന മുടങ്ങി എനിക്കത് അന്നത്തെ ദിവസം ശരിയാവത്തില്ല. എന്തെങ്കിലും കാരണവശാലും കുർബാന മുടങ്ങിയ അപ്പോൾ ഇന്ന് എന്ത് പറ്റി? കുർബാന കണ്ടില്ല, അത് തന്നെ കാരണം. കുർബാന കാണുക, കുർബാന സ്വീകരിക്കുക, കൂടെ കുമ്പസാരിക്കുക, ഇതൊക്കെ ചെയ്തില്ലെങ്കിലേ നമുക്ക് അപ്പം തന്നെ അവിടെ പ്രശ്നങ്ങൾ തുടങ്ങും. അപ്പം പിന്നെ അത് പോയി ക്ലിയർ ചെയ്യുമ്പം അത് സോൾവായി പോയിക്കോളും. പിന്നെ കൊന്ത എനിക്ക് ചുമ്മാ അങ്ങ് തോന്നി. ഒരു ദിവസം ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ നിന്ന് ഒരു ടൈം ഫിക്സ് ചെയ്ത് ഒരു കുടുംബ പ്രാർത്ഥന, എല്ലായിടത്തും കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലെന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ, നമ്മൾ വെളിയിലല്ലേ. അപ്പോൾ എനിക്ക് ചുമ്മാ തോന്നി ഒരു ടൈം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നങ്ങ് ചൊല്ലുകയാണെങ്കിൽ എല്ലാവരുടെയും പ്രാർത്ഥന അങ്ങ് നടക്കും. അങ്ങനെ അതങ്ങ് തുടങ്ങി. പിന്നെ അതിനകത്ത് ഞാൻ ഫ്രണ്ട്സിനെയും ബാക്കി ബന്ധുക്കളെയും, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, ഒത്തിരി സഫർ ചെയ്യുന്ന ബന്ധുക്കളൊക്കെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ ഞാൻ അവരെ വിളിച്ച് അവരെയും കൂടെ ആഡ് ചെയ്ത്. അപ്പോൾ അത് കാരണം ഒരുപാട് ഹീലിങ്, ഒരുപാട് കാര്യങ്ങൾ അവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പം ഇപ്പം കൊന്ത മുടക്കാൻ പറ്റത്തില്ല. ഞാൻ മുടക്കാൻ അവർ സമ്മതിക്കത്തില്ല. കാര്യം
ഞാൻ വിളിച്ചില്ലെങ്കിൽ അവർ ചോദിക്കും എന്ത് പറ്റി അപ്പോൾ ഒരു ദിവസം പോലും മുടക്കാതെ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. പല സ്ഥലത്തു നിന്നും പല സമയങ്ങളിലാണ് ഓരോരുത്തർ കയറുന്നത്. എനിക്ക് പകലാകുമ്പോൾ ഇവിടെ അത് രാത്രിയായിരിക്കും. അപ്പോൾ അവരുടെ സൗകര്യം അനുസരിച്ച് ടൈം മാറ്റുമെങ്കിലും അത് കണ്ടിന്യൂ ചെയ്ത് അതിന് ഇപ്പോഴും അത് മാതാവ് ഇതുവരെ മുടക്കാതെ അത് നടത്തുന്നുണ്ട്. അതിനൊരു കാരണവശാലും മുടക്കം വരാറില്ല. അവിടെ തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. ഒരുപാട് അത്ഭുതങ്ങൾ. കാര്യം ക്യാൻസറിൽ ഒത്തിരി വ്യത്യാസം വരുന്നു. പല ഇൻറ്റൻഷൻസും ചിലർ കേസിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്, അതിലൊക്കെ ഒരിത് വന്നു. പിന്നെ എന്താണ് പല പല ഫൈനാൻഷ്യൽ പ്രോബ്ലംസ്, എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോൾ അവർ എൻ്റെ അടുത്തത് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ കൊന്തയിൽ കയറാൻ പറയും. എന്ത് പ്രശ്നം പറഞ്ഞു വന്നാലും ഇതേ ഉള്ളതിന് സൊല്യൂഷൻ പ്രാർത്ഥന. അങ്ങനെ അവരുടെ സമയവും സൗകര്യവും അനുസരിച്ച് എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരതങ്ങ് ചെയ്യും. ഞാനും കൂടെ ഉണ്ടാവും. അത് കാരണം അവരുടെ ആ ഓരോ കാര്യങ്ങളും അവരൊപ്പം ദൈവത്തിലേക്ക് ഒരു പടി കൂടി അടുപ്പിക്കാൻ പറ്റും. റീന, ദൈവാനുഭവമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തെ പകർന്നു കൊടുക്കാൻ പറ്റൂ. റീന ഓരോ വ്യക്തിയിലേക്കാണ് ഫോക്കസ് ചെയ്യാറുള്ളത്. അപ്പം ചിലരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറച്ച് സമയം മതി, ചിലരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സമയം വേണം. അപ്പം അങ്ങനെ കൂടുതൽ സമയം എടുക്കേണ്ടി വന്ന കാര്യങ്ങൾ വല്ലതും ഉണ്ടോ? ഒന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും. ചിലർക്ക് ബിന്ദു പറഞ്ഞ പോലെ കുറച്ച് സമയം മതി ചിലർ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ. ചിലർക്ക് ചിലപ്പം വർഷങ്ങൾ വേണ്ടി വരും. എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സമയമെടുത്തതായാലും ഞാനത് മൈൻഡ് ചെയ്യത്തില്ല, ഞാൻ അതിൻ്റെ പുറകെ അങ്ങ് പോകും. അങ്ങനെ 1-2 പേര് എനിക്കിപ്പോൾ ഓർമ്മയുള്ളത്. ഞാൻ അറിയുന്ന ഒരു അങ്കിളുണ്ടായിരുന്നു, അതെൻ്റെ അപ്പച്ചൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. അപ്പം പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി അച്ഛനാകാൻ പഠിച്ചിട്ട് അവസാന നിമിഷം അച്ഛനായില്ല, ആകാതെ തിരിച്ചു വന്നിട്ട് പിന്നെ നിരീശ്വരവാദിയായിട്ട് ഇങ്ങനെ ദൈവം ഇല്ല എന്നങ്ങ് പറയുന്നു. അപ്പം ഞാൻ ഇവിടുന്ന് പോയപ്പോൾ അങ്കിള് ആയിട്ടുള്ള കണക്ഷനൊക്കെ എടുത്തുകൊണ്ട് ഞാൻ ചെന്ന് അങ്കിളിനെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായ അങ്കിളിന് ഈശ്വര വിശ്വാസം തീരെ ഇല്ല. അപ്പം നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അങ്കിൾ അത് കട്ട് ചെയ്യും. ഒരു പ്രെയർ അല്ലെങ്കിൽ ഒരു ധ്യാനം എന്നൊക്കെ പറഞ്ഞാൽ ഉടനെ അങ്കിള് ഇങ്ങനെ പറയും, ദൈവം ഒന്നും ഇല്ല, നിങ്ങൾ വെറുതെ സമയം കളയാതെ, ഈ കൊച്ചുങ്ങളെയൊന്നും സമയം കളഞ്ഞ് കാറ്റഗിസം ഒന്നും ഒന്നും പഠിപ്പിച്ച് സമയം കളയരുത്. അത് അങ്കിളും അതെ ആൻറ്റിയും അതെ ഇതിങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മളിത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഭാരമാണ് ഇത് കേൾക്കുമ്പോൾ. അപ്പം നമ്മൾ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. അങ്ങനെ ഞാൻ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുർബാനയിൽ വെച്ച് പ്രാർത്ഥിച്ച് പിന്നെ അങ്കിളിൻ്റെ കൂടെ, അങ്കിളിനെ സംബന്ധിച്ചിടത്തോളം അങ്കിളിനെ ഏതെങ്കിലും രീതിയിൽ അങ്കിൾ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി അങ്കിളും കട്ടി. പിന്നെ അവരുടെ വീട്ടിലേക്ക് എൻട്രി ചെയ്യാൻ സമ്മതിക്കത്തില്ല. അതായിരുന്നു അങ്കിളുടെ ഒരു നേച്ചർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്കിളുടെ ഇഷ്ടത്തിന് ഇങ്ങനെ നിൽക്കും. അങ്ങനെയായി ഒരു ദിവസം പെട്ടെന്ന് അങ്കിള് വയസ്സായി 10-15 കൊല്ലം ആ ഒരു ആത്മാവിന് വേണ്ടി ഞാൻ നടന്നതാണ്. ഇങ്ങനെ ആയപ്പോഴേക്കും അങ്കിള് പെട്ടെന്ന് വീണ് ഹോസ്പിറ്റലിലായി. ആ കോവിഡ് ടൈമായിരുന്നു. പിന്നെ വെന്റിലേറ്ററിലായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓർത്ത് ഇത്രയും കൊല്ലം ഞാൻ പ്രാർത്ഥിച്ചിട്ടും അങ്കിളിന് ആ ഒരു വിശ്വാസം തിരിച്ചു കിട്ടിയില്ലല്ലോ. അപ്പം ഞാൻ പള്ളിയിലോട്ട് പോയിട്ട് ഞാൻ കുർബാനയ്ക്ക് പൈസ കൊടുത്തു. അപ്പോൾ അന്ന് എൻ്റെ കയ്യിൽ അവർക്ക് ക്യാഷായിട്ട് തന്നെ കൊടുക്കണം. അപ്പോൾ കുർബാനയ്ക്ക് കാശ് കൊടുത്തിട്ട് നാളത്തെ കുർബാന അങ്കിള് ഹോസ്പിറ്റലിലാണ്, അങ്കിളിന് വേണ്ടിയിട്ടുള്ള കുർബാനയാണെന്നും പറഞ്ഞ് ഞാൻ കാശും കൊടുത്ത് പിറ്റേ ദിവസം ഞാൻ കുർബാനയ്ക്ക് പോയിരുന്നിട്ട് കുർബാന എന്താ അവിടെ നടക്കുന്നതും ഇതൊന്നും പ്രാർത്ഥനകളൊന്നും ഞാൻ കേൾക്കുകയും കാണുകയും ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ആ കുർബാനയിൽ മുഴുവൻ ഇരുന്ന് കരയുക. എന്നിട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞത് ഒന്നേ ഉള്ളൂ, എൻ്റെ വിശ്വാസത്തെയെങ്കിലും വർദ്ധിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഒരു അത്ഭുതം ഇവിടെ ചെയ്യണം. ഇത്രയും കൊല്ലം ഞാൻ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. അപ്പോൾ പല അച്ഛന്മാരോടും ഞാൻ ഷെയർ ചെയ്യുമ്പോഴും അച്ഛന്മാരെല്ലാം പറയും, കുർബാനയിൽ പ്രാർത്ഥിക്ക് ചേച്ചിക്ക് അത് നടക്കും, ചേച്ചി അത് നടന്നിരിക്കും, അതുകൊണ്ട് ഒട്ടും വിഷമിക്കേണ്ട, ഈ ഒരു കാര്യം തമ്പുരാൻ കേൾക്കും. കാര്യം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് അത് ദൈവം കേട്ടിരിക്കും, അതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമെങ്കിലും ഞാൻ നോക്കണം, ഇനി അങ്കിള് വെന്റിലേറ്ററിൽ അങ്കിള് മരിച്ചു, അങ്കിള് കുമ്പസാരിച്ചിട്ടില്ല, കുർബാന സ്വീകരിച്ചിട്ടില്ല, ഇനി ഇത്രയും കാലം ഞാൻ അങ്കിളുടെ കൂടെ നടന്നതല്ലേ,
എന്നിട്ടും അത് നടക്കുന്നില്ലല്ലോ ഒരു വിഷമമായിരുന്നു എനിക്ക്. ഒരു ഫ്രൈഡേയിലായി കുർബാനയ്ക്ക് പൈസ കൊടുത്ത് ഞാൻ കുർബാന കാണുന്നത്. സൺഡേ ഞാൻ വെറുതെ അങ്കിളുടെ പെങ്ങളുടെ മോൾ കൂടെയുണ്ട്, പുള്ളിക്കാരിയെ വിളിച്ചപ്പം പുള്ളിക്കാരി പറഞ്ഞു, ചേച്ചി ഇന്നലെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേക്കും വെന്റിലേറ്ററിൽ നിന്ന് ഇറങ്ങി ആളവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം, വിശ്വസിക്കാൻ പറ്റണില്ല. ഞങ്ങളിവിടെ ഫ്യൂണറൽ ഹോം അന്വേഷിക്കുകയാണ്, ഇപ്പം മരിക്കും ആള്, എന്നിട്ട് ഫ്യൂണറൽ ഹോമിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാം ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദൈവമേ എഴുന്നേറ്റ് കസേരയിരുന്ന് ഭക്ഷണം കഴിക്കണ്. കോവിഡ് ടൈമല്ലേ, 1 മണിക്കൂറേ കാണിക്കുകയുള്ളൂ. അങ്ങനെ അങ്കിൾ 3 ദിവസം കഴിഞ്ഞപ്പോൾ അങ്കിൾ വീട്ടിൽ വന്നപ്പോഴേക്കും ഞാൻ ഓടി അവിടെ ചെന്ന് അങ്കിളിനോട് സംസാരിച്ച്. അപ്പം ഞാൻ പറഞ്ഞു, അങ്കിളെ ഇനി അങ്കിളിനൊന്ന് കുമ്പസാരിച്ചാൽ ഞാനൊരു അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നോട്ടെ. അങ്ങനെയൊക്കെ കേട്ട് അങ്കിൾ ഊട്ടിക്കുന്നതാണ് എന്നെ. അങ്കിൾ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് മാറിയിട്ട് അങ്കിൾ പറഞ്ഞു, അതിനെന്താ കുമ്പസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതെന്ത് അത്ഭുതം ഇവിടെ നടന്നത്. മറ്റത് എന്തെങ്കിലും കൊന്തയെന്നോ കുർബാനയെന്നോ എന്ത് പറഞ്ഞാലും ബഹളം വെക്കുന്ന. ഞാൻ പറഞ്ഞു, ഞാനൊരു അച്ഛനെ കൊണ്ടുവരട്ടെ. കൊണ്ടുപോവാ. അപ്പം ഞാനെന്നാൽ നാളെ മൺഡേയിൽ എനിക്ക് അവധിയുള്ളൂ, ഞാനെന്നാൽ മൺഡേയിൽ അച്ഛനെ കൊണ്ടുവരാം. അപ്പം അതിനെന്താ കൊണ്ടുപോവാ. ഞാൻ ഇവിടെ ഇരുന്നൊന്ന് കൊന്ത ചൊല്ലിക്കോട്ടെ. നീ അപ്പം ഞാൻ അപ്പുറത്ത് പോയിട്ട് ഞാനൊരു കൊന്ത ചൊല്ലട്ടെ. വേണ്ട നീ ഇവിടെ ഇരുന്ന് ചൊല്ലിയാൽ മതി കൊന്ത എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കൊന്തയും ചൊല്ലി. പിറ്റേ ദിവസം തന്നെ അങ്കിളുടെ മൈൻഡ് മാറാതിരിക്കാൻ വേണ്ടി പിറ്റേ ദിവസം തന്നെ അച്ഛനെയും റെഡിയാക്കി കാലത്ത് തന്നെ വന്ന് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് വീട് വെഞ്ചരിച്ച് മരിച്ചവരുടെ പ്രാർത്ഥന ചൊല്ലി ആ വീട് വെഞ്ചരിച്ചിട്ടില്ലായിരുന്നു. ഇത്ര കൊല്ലം എന്നറിയാമോ, 25-30 കൊല്ലമെങ്കിലും ആയിട്ടുണ്ട് ആ വീട്. അതൊക്കെ എനിക്കറിയാവുന്നത്. അങ്ങനെ ആ ഒരു ആത്മാവിനെ നേടാൻ പറ്റി. അത് എന്തോ അത് സാധിച്ച്. പിന്നെ അങ്കിള് പിന്നെയും ഇതുപോലെ ബെഡിൽ നിന്ന് വീണ് അങ്കിൾ ആശുപത്രിയിലായിട്ട് അങ്കിള് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നില്ല. പിന്നെ അങ്കിള് മരിച്ചു. പിന്നെ ഒരു അനുഭവം എന്ന് പറയുന്നത്, വേറെ ഒരു ഫ്രണ്ട് ഇതുപോലെ ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പം ഞാനിങ്ങനെ ഏതോ ഒരു സമയത്ത് എനിക്കറിയാം അവരെ, പക്ഷെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ക്യാൻസറാണ്, കീമോ ഒക്കെ ചെയ്ത് ഇരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ അവരെ ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെ ഫോൺ ചെയ്യുകയും പിടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ അവർ പിന്നെ ഓരോ പ്രാവശ്യവും ഞാൻ പറഞ്ഞ് പിന്നെ അവസാനം അവരെ പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കാൻ തുടങ്ങി. പിന്നെ അവർ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ലേഡിയാണ്. പിന്നെ ഞാൻ എൻ്റെ ഒരു ടൈം കൊടുത്തിട്ട് നമുക്ക് ഇന്ന ദിവസം കൊന്തയെല്ലാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഒരു കാര്യമുള്ളത്, ആ പുള്ളിക്കാരി കാനഡയ്ക്ക് വന്നപ്പോഴേക്കും ഒരു മോൻ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അവർ മോനുണ്ടെന്ന് ഫയൽ ചെയ്തപ്പോൾ പറഞ്ഞില്ല. അപ്പോൾ ആ മകനെ കൊണ്ടുവരാൻ പറ്റുന്നില്ല, കല്യാണം കഴിച്ച് പിള്ളേരില്ലെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ 2 കുട്ടികളുണ്ടായി, മൂത്ത മോനുണ്ടെന്ന് പറയുമ്പോൾ എംബസി സമ്മതിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഈ കൊച്ചിനെ കാണാൻ പറ്റാതെ അവർ ഭയങ്കരമായിട്ട് വിഷമിക്കുക. ഇവർ ഒരു കാരണവശാലും കൊച്ചിനെ അങ്ങോട്ട് കൊണ്ടുവരാൻ അവർ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇത് തന്നെ എന്നും എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ്, വിഷമിക്കണ്ട, നമുക്കൊരു പണിയാം, ഇന്ന് മുതൽ നമുക്ക് 2 മണിക്ക് ഞാൻ ഫ്രീയാണ്, 2 തൊട്ട് 3 വരെ ഞാൻ ഫ്രീയാണ്, ആ സമയത്ത് നമുക്കൊരു കൊന്ത ചൊല്ലാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരും കൂടെ കൊന്ത ചൊല്ലി ഒരു പോയിന്റിലെത്തിയപ്പം പുള്ളിക്കാരി വിസിറ്റിന് അപ്ലൈ ചെയ്തു, അത് ഡിക്ലൈൻ ചെയ്തു. പിന്നെ ഓൺലൈനിൽ കൂടെ വെറുതെ അപ്ലൈ ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും അവരത് അക്സെപ്റ്റ് ചെയ്തു. പിന്നെ ഡോക്യുമെൻറ്റ്സ് കൊടുത്താൽ മതി. അപ്പം നമുക്ക് വിശ്വസിക്കാൻ പറ്റണില്ല, ഇത്രയും കൊല്ലം അവർ ശ്രമിച്ചിട്ട് നടക്കാത്തൊരു കാര്യമാണ് അത്. അപ്പോൾ പുള്ളിക്കാരി എന്നെ വിളിച്ചു പറഞ്ഞ്, നമ്മുടെ പ്രാർത്ഥന മാത്രമാണ് കേട്ടോ ഇത് കിട്ടിയത്. അവൻ കൊടുത്തു, അത് കിട്ടി. പിന്നെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്ത് ആ കൊച്ചു അവിടെ വരികയും ചെയ്തു. വന്നപ്പം പുള്ളിക്കാരി ഇങ്ങനെ ക്യാൻസറായി ഒത്തിരി സീരിയസ് ആയി വരികയും ഇടയ്ക്ക് ഇങ്ങനെ വരികയും പിന്നെ ഡിസ്ചാർജായി വീട്ടിൽ വരികയും, അങ്ങനെ അതൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. പിന്നെ ആ കൊച്ചവിടെ വന്ന് 6 മാസത്തോ കുറച്ച് നാൾ അവിടെ നിന്ന് അമ്മയുടെ കൂടെ നിൽക്കുകയൊക്കെ ചെയ്തത് തിരിച്ചു പോയി. പിന്നെ പിന്നെ ലങ്സിലൊക്കെ ക്യാൻസറായി. അത് പിന്നെ സംസാരിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ് എത്തിയപ്പോഴാണ് ഞങ്ങൾ കൊന്തയൊക്കെ നിർത്തിയത്. അല്ലെങ്കിൽ എല്ലാ ദിവസവും ആ 2 തൊട്ട് 3 വരെ ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ടൈം ആ പെണ്ണിന് കൊടുത്തിരിക്കുക. അപ്പോൾ അവർ വിളിക്കും, ഞങ്ങൾ കൊന്ത ചൊല്ലും. അതിന് സംസാരം നിൽക്കുന്നിടം വരെ അതുമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ അത് മരിക്കുന്ന സമയത്ത് ഇതുപോലെ ലാസ്റ്റിലാണ് നമ്മൾ അറിയുന്നത്. വെൻറ്റിലേറ്ററിലൊക്കെ ഒത്തിരി ഇതായിട്ട് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടന്നു. പിന്നെ ഈ ലേഡി തന്നെ പറഞ്ഞു, എനിക്ക് പോകണം, മരിക്കണം, എനിക്കിതൊന്നും വേണ്ട, ഈ വേദനയൊന്നും എനിക്ക് തിന്നാൻ പറ്റുന്നില്ല. പിന്നെ പുള്ളിക്കാരി എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും എന്നോടിങ്ങനെ ടെക്സ്റ്റ് ചെയ്യും, സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടേ.
അപ്പോൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം. അപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ ചെല്ലുമ്പോഴും ഒരു ഓർമ്മയിൽ കണ്ണ് തുറന്ന് എൻ്റെ കണ്ട ഉടനെ എന്നെ കെട്ടിപ്പിടിച്ചും പറയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറയുകയല്ല, പിന്നെ അങ്ങ് ബോധം പോവുക. പിന്നെയും കണ്ണു തുറന്നാൽ കാണുമ്പോൾ റീന പ്രാർത്ഥിക്ക് റീന, റീന പ്രാർത്ഥിക്ക് റീന, ഇത്രയേ ഉള്ളൂ പറയാൻ. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആ വേദനയോടുകൂടി ഇത് പറയുമ്പോൾ പിന്നെ അത് മരിച്ചു കഴിഞ്ഞപ്പോഴും എൻ്റെ മനസ്സിൽ മുഴുവൻ ഇത് തന്നെയായിരുന്നു. അതിങ്ങനെ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു, പ്രാർത്ഥിക്കുക കേട്ടോ, പ്രാർത്ഥിക്കുക കേട്ടോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, ഇത് മാത്രമേ കണ്ണു തുറന്നാൽ ചോദിക്കുള്ളായിരുന്നു. അങ്ങനെ അതുമെല്ലാം കണ്ടു. ഞാൻ അവസാനം അതിൻ്റെ ഇതൊക്കെ ഊരി എല്ലാം കഴിഞ്ഞു എന്ന് കേട്ട് കഴിഞ്ഞപ്പം രാത്രി 12-12:30 ആയപ്പോഴാണ് അവർ ഇനി മരിച്ചു പോയിക്കോളും എല്ലാം ഊരി എന്ന് കേട്ട് കഴിഞ്ഞപ്പം 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് എനിക്ക്. ഞാൻ ആ രാത്രി തന്നെ ഹോസ്പിറ്റലിൽ പോയി അവരുടെ കൂടെ ഇരുന്ന് 5:30 മണി വരെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പം മോളും ഹസ്ബൻഡും ഒക്കെ കൂടി ഇരിപ്പുണ്ട്. അവർ ആരെങ്കിലും വന്ന് ചെക്കിങ്ങിന് വല്ലതും വരുമ്പോൾ മാത്രമേ ഞാൻ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. നിന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് വീട്ടിലേക്ക് ഞാൻ തിരിച്ചു വന്ന് 7:30 മണിയും കണ്ടായി. വീട്ടിൽ വന്ന് ഇച്ചിരി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മെസ്സേജ് വന്നു പുള്ളിക്കാരി മരിച്ചു. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇതുപോലെ ഇടപെടാൻ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എനിക്ക്? മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ഒരു അപ്പച്ചൻ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദർ ഇതുപോലെ ഇങ്ങനെ വയ്യാതെയായി ഇങ്ങനെ കിടന്നപ്പോഴേക്കും ഞാനിങ്ങനെ ഓർത്തു, കർത്താവേ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ വീട്ടിലുള്ളവർ ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി വരാം, നാട്ടിൽ വന്ന അപ്പച്ചൻ്റെ അടുത്ത് ഒരു 3-4 ദിവസമെങ്കിലും ഒന്ന് നിൽക്കാൻ പറ്റണം എന്നിങ്ങനെ മനസ്സിലായപ്പോൾ പ്രായമായവരിങ്ങനെ കിടന്നു അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴും ഞാൻ പറയും, കർത്താവേ, എനിക്ക് അപ്പച്ചൻ്റെ കൂടെ നിന്നതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നീ ഇതായിട്ടത് കൺസിഡർ ചെയ്യണം. അപ്പോൾ അപ്പച്ചൻ്റെ അവസ്ഥകൾ ഇങ്ങനെ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ നമ്മളിങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോൾ നമുക്ക് വിഷമം, നമുക്കൊന്നും കൂടെ നിന്ന് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ അപ്പച്ചനെ വിളിച്ചപ്പോൾ ഞാൻ അപ്പച്ചനെ ഓർമ്മയില്ല, അപ്പച്ചൻ പരസ്പരം ബന്ധമില്ലാതെ പറയത്തുള്ളൂ, സംസാരിക്കുന്നതെല്ലാം വെറുതെ എന്തൊക്കെയോ പറയുന്നല്ലാതെ കറക്റ്റ് ഒരിക്കലും പറയുന്നില്ല ഒന്നും ഉത്തരം. പക്ഷെ ഞാൻ എപ്പോൾ ഫോൺ ചെയ്താലും എന്നെ റെക്കഗ്നൈസ് ചെയ്യും. ഞാൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇപ്പം എനിക്കറിയാമല്ല, ഞാൻ ആരാണ് അറിയാമെന്ന് പറഞ്ഞപ്പോൾ ആരാന്ന് പറയാം, ഇത് കാനഡയല്ലേ എന്ന് പറയാം. അപ്പം ഞാൻ കർത്താവ്, അപ്പം കൂടെ നിൽക്കുന്നവർ അമ്മച്ചിയൊക്കെ പറയും, എൻ്റെ അമ്മ ഇത് കറക്റ്റായിട്ടാണല്ലോ ഇത് പറയേണ്ടത്. പിന്നെ എന്തെങ്കിലും ചോദിക്കുമ്പോഴും അപ്പച്ചൻ കറക്റ്റായിട്ട് എന്താ കഴിച്ചതെന്ന് ചോദിച്ചാൽ കറക്റ്റായിട്ട് പറയാം. അപ്പം അമ്മച്ചി പറയും, ഇത്രയും നേരം ഞങ്ങളെല്ലാം ചോദിച്ചതൊന്നും കറക്റ്റ് പറയില്ല, റീനായിട്ട് മാത്രം ഇതെല്ലാം കറക്റ്റാണെന്ന് പറയും. അപ്പോഴും ഓർമ്മ ഒട്ടും ഇല്ലാത്ത സമയത്ത് ഞാൻ ചോദിച്ചു, ഞാനൊന്ന് അങ്ങോട്ട് വരുക അപ്പച്ച, ഞാൻ എപ്പം വരണം? അടുത്ത മാസം ഞാൻ വരും. ബിഗിനിങ്ങിൽ വരണോ, മിഡിലിൽ വരണോ, അതോ അവസാനം വരണോ? അപ്പം അപ്പച്ചൻ ഇങ്ങനെ ആലോചിച്ചും പറഞ്ഞു, ഒരു 15-ന് മുന്നേ പോരെ. ഞാൻ 3-ാം തീയതി ആക്ച്വലി ഞാൻ ടിക്കറ്റ് എടുത്തുകൊണ്ട് ഞാനത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ മോൻ പറഞ്ഞു മാർച്ചിൽ പോകാം, അപ്പം ഞാനും കൂടെ വരാം, എനിക്കും അപ്പച്ചനെ കാണണമെന്നാണ്. അപ്പം ശരി, എന്നാൽ മാർച്ചിൽ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ അപ്പച്ചൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു മനസ്സിലൊരു വിഷമം, പോയേക്കാം, ഇനി വെയിറ്റ് ചെയ്യണ്ട. ഞാൻ പറഞ്ഞു, മോനെ, മാർച്ചിൽ അപ്പച്ചന് ഓക്കെ ആണെങ്കിൽ നമുക്ക് അപ്പോഴും പോവാം, ഇപ്പം എന്തായാലും ഞാൻ പോവാന്ന് പറഞ്ഞു. ഞാൻ പിന്നെയും ടിക്കറ്റ് എടുത്തു. എനിക്ക് 3-ാം തീയതി തന്നെ ടിക്കറ്റും കിട്ടി. 6-ാം തീയതി ഞാനിവിടെ വന്ന് 2 ദിവസം കഴിഞ്ഞു ഞാനിന്ന് ബാംഗ്ലൂർ പോയി അപ്പച്ചൻ്റെ കൂടെ നിൽക്കാൻ ഒരു ലേഡിയെ തപ്പിപ്പോയത്. ആക്ച്വലി ഞാൻ തിരിച്ച് വരുന്നത് ഒരു 10-ാം തീയതിയാണ്, 11-നാ മറ്റേ. തിരിച്ച് വന്ന് അന്ന് കറണ്ട് പോയിട്ട് ഭയങ്കര ചൂടായിരുന്നു. അപ്പം ഞാൻ ഉറക്കത്തിൽ കിടന്നിട്ട് ഞാൻ ചാടി എഴുന്നേറ്റ്, ചൂട്, അപ്പച്ചനപ്പം ഭയങ്കര ചൂടായിരിക്കുമല്ലോ. ഞാൻ ഓടി അപ്പച്ചൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അപ്പച്ചൻ ഇങ്ങനെ വേർത്ത് കുളിച്ച് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അപ്പോൾ ഒരു ലേഡി ഉണ്ടായിരുന്നു അപ്പച്ചനെ നോക്കാനായിട്ട്. ഞാൻ പിന്നെ അവരുമായിട്ട് എടുത്ത് പൊക്കി കസേരയിലിരുത്തി ഫ്രണ്ടിൽ കൊണ്ടുവന്ന് മെയിൽ മുഴുവനും തുടച്ച് ഒരു 2 മണിക്കൂർ എടുത്ത് നന്നായിട്ടൊന്ന് തുടച്ചെടുത്ത് ഭക്ഷണമൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തി. ഇതിങ്ങനെ കൊടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്നിച്ച് പെട്ടെന്ന് അപ്പച്ചൻ അങ്ങോട്ട് മലന്നങ്ങ് പോയി. അപ്പം തന്നെ എടുത്ത് പക്ഷെ അപ്പച്ചൻ ആ സമയത്ത് അപ്പച്ചൻ മരിച്ചു. അത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മൾ ആ ഒരു 2-3 ദിവസം അപ്പച്ചനെ നോക്കാനും പറ്റി. അപ്പച്ചൻ്റെ മരണം എൻ്റെ അടുത്തായിരുന്നു, വേറെ ആരും ആ സമയത്ത്. ആ നെയ്ബേഴ്സ് അപ്പം അവിടെ നിന്നവർ ഓടി ഇങ്ങനെ കൊണ്ട് ഞാൻ ഈ ഒച്ച എടുത്തപ്പോൾ ഞാനിങ്ങനെ അപ്പച്ചനോട് ഒച്ചയല്ല വർത്താനം പറയുന്നതും എല്ലാം. അങ്ങനെ ഒരു ഭയങ്കരമായ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്.
ഓർമ്മയിൽ തെളിഞ്ഞു നിൽക്കുന്ന അല്ലെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ദൈവാനുഭവം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കാമോ? ഒരു ദിവസം ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് കണ്ടു, കാനഡയിൽ എൻ്റെ ബ്രദർ മരിച്ചു എന്നും പറഞ്ഞു. അപ്പം ഞാൻ വിളിച്ചത് ആരാണ് കാനഡയിൽ മരിച്ചതെന്ന് വെച്ചാൽ ഞാൻ മെസ്സേജ് ഇട്ട ആളെ വിളിച്ച് ചോദിച്ചപ്പം പുള്ളി അയ്യോ എൻ്റെ ബ്രദർ എനിക്കറിയത്തില്ലായിരുന്നു പുള്ളി അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ചോദിച്ചപ്പോൾ വൈഫുണ്ടോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കറിയാമെങ്കിൽ ഞാനൊന്ന് ഫ്യൂണറലിൽ പോകാനായിട്ടായിരുന്നു. പറഞ്ഞു വരുമ്പോഴേക്കും ആരുമില്ല പുള്ളി എന്തോ ഇതായിട്ട് ബസ്സിൽ നിന്ന് എങ്ങാണ്ട് വീണ് സ്ട്രോക്ക് വരും എന്താണെന്ന് എനിക്കിപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല. എന്തായാലും പുള്ളി മരിച്ച് ഹോസ്പിറ്റലിലാണ്, വെൻറ്റിലേറ്ററിലൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് അതൊക്കെ ഊരുകയും പിടിക്കുകയൊക്കെ ചെയ്ത് പിന്നെ ബോഡി എടുക്കാനും ആരുമില്ല. അപ്പം എന്നോട് ചോദിച്ചു ആരും ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ അത് ഫ്യൂണറൽ ഹോമിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു $25,000 അത് ഞാനാണ് ഒപ്പിട്ട് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു ഇത്രയും പൈസ ഇവിടെ മാത്രമാകും, പിന്നെ അങ്ങോട്ട് കൊണ്ടുവരണം, അതിൻ്റെ ചിലവുകളൊക്കെ വേറെ. അപ്പം അതിന് അപ്പം അതിൻ്റെ പുറകെ നമ്മൾ നടക്കണം. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ആൾക്കാരെല്ലാവരും കൂടെ പറഞ്ഞു ഫണ്ട് റേസ് ചെയ്യാം, നമുക്ക് ഫണ്ട് റേസ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ കിട്ടും, കുറച്ച് പൈസ അങ്ങനെ കളക്ട് ചെയ്യാം. ഈ ഫണ്ട് റേസിംഗ് ഒന്നും എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. അപ്പം ഇതെല്ലാം ഞാൻ ചെയ്യണം, എൻ്റെ പേരിലാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഈ പുള്ളിയോട് പറയുന്നുണ്ട്, ഇവരിങ്ങനെ പറയുന്നുണ്ടെങ്കിലും നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യേണ്ട കാര്യം നമുക്കറിയത്തില്ല എന്തോരം കിട്ടും, കിട്ടിയില്ലെങ്കിലും നമുക്ക് ഉണ്ടായിരിക്കണം ബാക്കപ്പ്. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടും അപ്പം ഓരോ സമാജംകാരും അവരുമൊക്കെ എല്ലാത്തിനും റെഡിയാണ്, അവരെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. ഇനി നമ്മളൊന്ന് എസ് പറഞ്ഞാൽ മതി, അവർ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിയും. അപ്പോഴും ഞാനിതുപോലെ കുർബാനയ്ക്ക് പോയിരുന്ന് അന്നും ഞാൻ ഈ അങ്കിളുടെ പറഞ്ഞ പോലെ തന്നെ ഞാൻ കുർബാന കാണുന്നില്ല, ഞാനിരുന്ന് കരയുക. എനിക്ക് പൈസ ആരോടും ചോദിക്കാൻ പറ്റത്തില്ല, ഞാൻ കാശ് ആരോടും ചോദിക്കത്തുമില്ല, എൻ്റെ പേരിൽ കാശ് പിരിക്കാനും എനിക്കിഷ്ടമല്ല. എന്നെ തെണ്ടിയാക്കരുത്, ഇത് മാത്രമേ എനിക്കുള്ളൂ. ഞാൻ ദൈവത്തോട് പറഞ്ഞതേ ഉള്ളൂ. അത് എനിക്കറിയത്തില്ല അതെങ്ങനെ എങ്ങനെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു. അതും കഴിഞ്ഞ് കുർബാനയും കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് വരിക. ഒരു 3 മിനിറ്റ് അയാൾ വീട്ടിലേക്ക് പള്ളിയിൽ നിന്ന് അങ്ങ് ഇറങ്ങിയപ്പോഴേക്കും ഇന്ത്യൻ എംബസിയിൽ നിന്ന് തന്നെ ഫോൺ ചെയ്ത് ചോദിക്കുന്നത് ഇന്നൊരാൾ മരിച്ചു, ഈ നമ്പറാണ് ഞങ്ങൾക്ക് തന്നേക്കുന്നത്, ഒരു ഇമെയിൽ വന്നു, നിങ്ങളുടെ ആരാണവർ? ഞാൻ വെച്ചത് ഇന്ന ആളാണ്. അപ്പം ഞാൻ വേഗം വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ പിന്നെ തിരിച്ച് വിളിച്ച് സംസാരിച്ചപ്പോൾ ഇന്ന ആളാണത്. ഞാൻ പറഞ്ഞ അത് ഞാൻ തന്നെയാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ ബോഡി ഇപ്പോൾ എവിടെയാണ്? ഞാൻ പറഞ്ഞ ബോഡി ഒരു ഹോസ്പിറ്റലിലാണ്. അപ്പം എങ്ങനെയാണ് അത് നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്? ഞാൻ നാട്ടിലേക്ക് ഫ്യൂണറൽ ഹോം ഞാൻ അന്വേഷിച്ച് ഇന്ന് പോകും, അതോ എല്ലാം ഒപ്പിട്ട് കൊടുക്കാൻ പോവാം. നിങ്ങളൊന്നും ചെയ്യണ്ട, ഇന്ത്യൻ എംബസി അത് ഏറ്റെടുത്തു, നിങ്ങൾക്ക് 0 കോസ്റ്റാണ്. അപ്പം എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, 0 കോസ്റ്റാണ് ഈ ബോഡി നാട്ടിലെത്തിക്കാനാ. ഞാൻ പറഞ്ഞ അപ്പോൾ ഒട്ടും പേ ചെയ്യണ്ടേ? ഇല്ല, അത് ഇന്ത്യൻ എംബസി ഏറ്റു. അപ്പോൾ എനിക്ക് വിശ്വാസമില്ല. അപ്പം ഞാൻ എന്താ ഈ കേൾക്കുന്നത്, ഇത്രയും പൈസ ഇന്ത്യൻ എംബസി എടുക്കുമോ? അപ്പം ഞാൻ പറഞ്ഞു അപ്പം ഞാൻ എന്താ ഇനി ചെയ്യണ്ടേ? അത് നിങ്ങൾ എവിടെയാണ്, ബോഡി എവിടെയാണെന്ന് പറയുക, അപ്പം ഇന്നെടുത്ത് പോയി ഇത്രയും ഇതൊക്കെ പറഞ്ഞ് നമ്മളെല്ലാം ഓക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇല്ല അവിടെ ഒന്നും കൊടുക്കണ്ട, ഞാൻ ആളെ തരാം, അയാൾ നിങ്ങളെ വിളിക്കും, അങ്ങോട്ടേക്ക് ബോഡി കൊണ്ടുപോകും, നിങ്ങളൊന്നും അറിയണ്ട, അതുകൊണ്ട് അതങ്ങനെ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. ആ ബോഡി നാട്ടിലെത്തി. ഫ്യൂണറൽ ഹോമിലെന്നൊക്കെ പറഞ്ഞാൽ ഫുഡ് സപ്ലൈ ചെയ്യണമെങ്കിൽ അവിടെ ആ സ്പേസിന് റെൻറ്റ് കൊടുക്കണം, വീയിങ് ഉണ്ടെങ്കിൽ റെൻറ്റ് വേണം. ഇതെല്ലാം എനിക്ക് ആ മനുഷ്യൻ വേവ് ചെയ്തെന്ന്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ബോഡി കാണാൻ ചെന്നപ്പോഴേക്കും ഞാൻ ആ ബോഡി കണ്ടിട്ട് ഞാൻ ഫോട്ടോ എടുത്തു വെച്ച് നോക്കും ഇത് തന്നെയാണോ എന്ന്. കാര്യം ഞാൻ ഇയാളെ കണ്ടിട്ടില്ല. അപ്പം അയാൾ നിനക്കറിയത്തില്ല ഇയാളെ? ഞാൻ പറഞ്ഞില്ല. എന്നിട്ടാണോ നീ ഇത്രയും റിസ്ക് എടുത്തതൊക്കെ ഒപ്പിട്ട് തന്നത്? ഞാൻ അപ്പം എൻ്റെ ദൈവമേ, ഇങ്ങനെ മനുഷ്യരൊക്കെ ജീവിച്ചിരിക്കണം. അപ്പോൾ അവിടെയുള്ള പെണ്ണുങ്ങളെല്ലാം ഓടി വെച്ചപ്പോൾ റീനയ്ക്ക് അറിയത്തില്ല ഈ വ്യക്തിനെ. ഞാൻ പറഞ്ഞു ഞാൻ ഇയാളെ കണ്ടിട്ട് പോലുമില്ല, എനിക്കറിയാം, ഇങ്ങനെ അറിയാവുള്ളൂ. അങ്ങനെയാണ് ആ കാര്യം അത്രയും ഭംഗിയായിട്ട് ദൈവം ക്രമീകരിച്ച് തന്നത്. ഒരു വലിയ ദൈവാനുഭവമാണ്, ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഒരിക്കലും മറക്കാത്ത, നമ്മളാരും ചിന്തിക്കാത്ത ലെവലിലേക്കാണ് അത് പോയത്. റീനയുടെ സ്വന്തം ജീവിതത്തിൽ അതുപോലുള്ളൊരു ദൈവാനുഭവം ഉണ്ടോ, പങ്കുവയ്ക്കാനുണ്ടോ? ഞാൻ വീട് മേടിക്കാൻ നേരത്തെ ഞാൻ ദൈവത്തോട് ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, പള്ളിയുടെ അടുത്ത് എനിക്കൊരു വീട് വേണമെന്ന്. പക്ഷെ ദൈവം പള്ളിയുടെ അടുത്ത് വീടും തന്നു, എൻ്റെ ജോലിയും പള്ളിയുടെ തൊട്ടടുത്ത
കാരണം പള്ളിയിൽ പാർക്ക് ചെയ്തിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. നമ്മൾ കാണുന്ന ഓരോ വ്യക്തിയും യേശുവിൻ്റെ ജീവൻ്റെ വിലയാണ്. ഓരോ വ്യക്തിയിലും ഈശോയെ കാണാൻ സാധിക്കുന്നത് ഒരു മഹാഭാഗ്യമാണ്. ഇപ്പോൾ റീനയുടെ ശുശ്രൂഷകളിൽ വ്യക്തിപരമായി ഓരോ വ്യക്തിയിലേക്കും ഫോക്കസ് ചെയ്യാൻ റീനയെ അനുവദിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. ഒപ്പം ഞങ്ങളോടൊപ്പം ഇത്രയും സമയം റീന ചിലവഴിച്ചതിന് റീനയ്ക്കും നന്ദി പറയുന്നു. നിങ്ങൾ ഈ ചെറിയവരിൽ ഒരുവന് ചെയ്യുമ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യുന്നതെന്ന് ഈശോയുടെ വാക്കുകൾ എത്ര അർത്ഥവത്താണ് റീനയുടെ ജീവിതത്തിൽ. റീന ചെറിയവർക്ക് നൽകുന്ന പ്രാധാന്യം ഒരു ആവശ്യമുള്ള വ്യക്തിയുടെ മുന്നിൽ ആവശ്യമുള്ളതുപോലെ ശുശ്രൂഷ ചെയ്യുന്നു. ഇത് എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ. മറ്റൊരു വ്യക്തിയുടെ വിശേഷമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.